ഹായ് ഫ്രണ്ട്സ്, SHR ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കപ്പ പറിച്ചു വാട്ടി ഉണക്കിയൊക്കെ സൂക്ഷിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വർഷം ഇതുപോലെ തന്നെ കപ്പ വാട്ടി ഉണക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതേ പുതിയ കപ്പത്തടമൊക്കെ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് കുറച്ച് കപ്പയുള്ളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല അടിപൊളിക്ക് കുറേ കപ്പ കൂമ്പലെടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വാഴയുള്ളത് നിങ്ങളെ കാണിക്കാൻ വിട്ടു. ഏത്തവാഴയാണ്, 2 വാഴ കുലച്ച് നിൽപ്പുണ്ട്. ആ കുലച്ച വാഴയെന്ന് നോക്കുവാണെങ്കിൽ ചെറിയ കുലയായിപ്പോയി ഗൈസ്. അതെന്നാന്ന് വെച്ചാൽ വേനലിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും. പിന്നെ ഞാൻ റോഡ് സൈഡിലായിട്ടാണ് കൃഷി വെക്കുന്നത്, എൻ്റെ വീടിൻ്റെ സൈഡ് 2 സൈഡ് വശത്തും. അപ്പോൾ ഇത് ഇഷ്ടംപോലെ കപ്പക്കൂമ്പൽ കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറേ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. കാരണം കപ്പ മാത്രം പറിച്ച് ഉണക്കി വാട്ടി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. കപ്പക്കൂമ്പലെടുത്തിട്ട് വീണ്ടും നമ്മൾ കപ്പ നട്ടാലല്ലേ അടുത്ത വേനലൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ തന്നെ കപ്പ പറിച്ച് ഉണക്കി സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കപ്പ എനിക്കില്ലായിരുന്നു. ഈ പ്രാവശ്യം മാഷാ അല്ലാ ഒരു 30 മൂട് കപ്പയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്, അല്ലാതെ ആരും എനിക്കിതിന് ഒരു കപ്പക്കൂമ്പലെടുക്കാനൊന്നും സഹായിക്കാറില്ല. കാരണം ഇക്കായ്ക്ക് പണിക്കും പോകണം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് സഹായിച്ചുകൊണ്ടിരിക്കാൻ അവർക്കൊന്നും സമയവും കിട്ടത്തില്ല. അപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിതൊക്കെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ കൃഷിക്കാരിയൊന്നുമല്ല, അങ്ങനെ ആരും കരുതണ്ട. എൻ്റെ വീഡിയോയും പോസ്റ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയോ ഹലീമ ഭയങ്കര കൃഷിക്കാരിയാണെന്ന്, അങ്ങനെയൊന്നും കരുതണ്ട. അപ്പോൾ ഇങ്ങനെ കപ്പക്കൂമ്പലൊക്കെ എടുത്ത് ഇപ്പം 1-2 മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കപ്പയൊക്കെ നമ്മുടെ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കപ്പക്കൂമ്പലെടുത്ത് തന്നെ കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നവരെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാച്ചിലും ഒക്കെ ഞാൻ നട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം ബായ്.